BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം നൽകിയ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് തടയിട്ടിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം. പ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനായി ഡൽഹിയിലെത്തിയപ്പോൾ ഇത്രയും നേരത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടതായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇതിന്റെ പ്രധാന കാരണമായി പറയുന്നത് മറ്റ് പാർട്ടികളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഒരു ധാരണയുമില്ലാതെ NDA സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്നായിരുന്നു. കൂടാതെ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം അവസാന നിമിഷം ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വരുത്തേണ്ടി വരുമെന്നും സൂചനകളുണ്ട്. എന്നാൽ നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ മാറ്റാൻ സാധ്യത വളരെ കുറവാണ്. അതുപോലെ സ്ഥാനാർത്ഥികളാകുമെന്ന് കണക്കാക്കുന്ന നേതാക്കളോട് അവരുടെ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൂന്നാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാൽ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ചുമതല നിർവഹിക്കുമ്പോൾ സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിക്കുന്ന മട്ടിലുള്ള പ്രചാരണങ്ങൾ നടത്തരുതെന്നും നിർദ്ദേശമുണ്ട്. അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് 5ലേറെ ഏജൻസികൾ ബി.ജെ.പിക്ക് വേണ്ടി സർവേ നടത്തിയിട്ടുണ്ട്. കൂടാതെ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് റാവയുടെ മുൻകൈയെടുത്ത് ഒരു സർവേ കൂടി നടത്തുന്നുണ്ട്. താഴെ തട്ടിൽ നിന്നും വരുന്ന പട്ടികയും സർവേ ഫലവും ചേർത്താകും അന്തിമ പട്ടിക തയ്യാറാക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് നൽകുന്നതിനായി താഴെ തട്ടിൽ നിന്നും അഭിപ്രായം തേടാൻ സംസ്ഥാന നേതാക്കൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഓരോ നിയമസഭാ മണ്ഡലത്തിന്റെയും പരിധിയിൽ വരുന്ന 2 വീതം സംഘടനാ മണ്ഡലങ്ങളിലെ കോർ കമ്മിറ്റി അംഗങ്ങളെ ജില്ലാ കേന്ദ്രങ്ങളിൽ വിളിച്ച് അഭിപ്രായം തേടുകയാണിവർ. സന്ദർശന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് നൽകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.